പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. നാം അധിവസിക്കുന്ന ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗോളവും ഏക പ്രകൃതിദത്ത ഉപഗ്രഹവുമായ ചന്ദ്രനെ സ്വന്തമാക്കാൻ മനുഷ്യൻ നടത്തിയ പരിശ്രമങ്ങൾ വിജയം കണ്ട ദിനം. ചന്ദ്രനെ സ്വന്തമാക്കാൻ മനുഷ്യൻ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർ. ചന്ദ്രൻ ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ്. ഭൂമിയിൽ നിന്ന് ശരാശരി 3,84,403 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ വ്യാസത്തിന്റെ ഏകദേശം 30 മടങ്ങ് വരും ഈ ദൂരം. ഭൂമിയും ചന്ദ്രനും അടങ്ങുന്ന വ്യൂഹത്തിന്റെ പിണ്ഡകേന്ദ്രം ഭൂമിയുടെ വ്യാസത്തിന്റെ ഏകദേശം 4/1 വരും. 1700 കിലോമീറ്റർ ആഴത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ താഴെ സ്ഥിതി ചെയ്യുന്നു. ഭൂമിക്ക് ചുറ്റും ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് 27.3 ദിവസങ്ങൾ വേണം. ആഗമനം 72 ബഹിരാകാശ പര്യവേഷണ ഏജൻസികളാണുള്ളത്. അതിൽ 14 എണ്ണത്തിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിവുണ്ട്. അതിൽ 5 പ്രധാനപ്പെട്ട ഏജൻസികളാണ് നാസ, ജാക്സ, ISRO, CNSA, RFSA. നാസ എന്നാൽ നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ഇത് അമേരിക്കയുടേതാണ്. ഇത് നിലവിൽ വന്നത് 1958 ഒക്ടോബർ 1 ഇനി ജാക്സ എന്നാൽ ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്നാണ്. ഇത് ജപ്പാൻ്റെതാണ്. ഇത് നിലവിൽ വന്നത് 2003 ഒക്ടോബർ 1 ഇനി ISRO എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ഇത് ഇന്ത്യയുടേതാണ്. ഇത് നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15 ഇനി CNSA എന്ന് വെച്ചാൽ ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഏജൻസിയാണ് ഇസ്രോ. 1962 വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന കമ്മിറ്റിയാണ് 1969 ആഗസ്റ്റ് 15 ഇസ്രോയായി മാറിയത്. ഇതിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇസ്രോയുടെ പ്രധാന സ്പേസ് പോർട്ടുകൾ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററും കേരളത്തിലെ തുമ്പയിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററുമാണ്. ഇസ്രോയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. ഇപ്പോഴത്തെ ഇസ്രോ ചെയർമാൻ K. ശിവനാണ്. Do you know about the Indian probe to moon? Yes, it is the Chandrayaan program. Chandrayaan-1 was the first lunar probe after Chandrayaan program. It was launched by the Indian Space Research Organisation in October 2008 and was operated until August 2009. The mission included a lunar orbiter and an impactor. The mission was a major boost to India's space program as India researched and developed its own technology to explore the moon. As Indians, we must be proud of this mission, and I wish the best for future ventures. ISROയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേക്ഷണ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപണം നടത്തി. GSLV Mark 3 വാഹനമാണ് വിക്ഷേപണത്തിനായി ഉപയോഗിച്ചത്. ചക്രങ്ങൾ ഘടിപ്പിച്ച റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിലെ മണ്ണിന്റെയും പാറകളുടെയും തത്സമയ പഠനത്തിനായി നിർമ്മിച്ചതാണ്. ഈ വിവരങ്ങൾ പേടകത്തിന്റെ സഹായത്തോടെ ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നു. ചന്ദ്രജലത്തിന്റെ സ്ഥാനവും സമൃദ്ധിയും മാപ്പ് ചെയ്യുക എന്നതായിരുന്നു പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം. എന്നാൽ ചന്ദ്രന്റെ ഉപരിതലത്തിലെ 2.1 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് വിക്രം ലാൻഡറുമായുള്ള ബന്ധം ഓർബിറ്ററിന് നഷ്ടപ്പെട്ടു. അതിനാൽ ചന്ദ്രയാൻ 2 വിക്ഷേപണം പൂർണ്ണ വിജയമായിരുന്നില്ല. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969 ജൂലൈ 21. ഉത്തരം 1969 ജൂലൈ 21. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്?
ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ചന്ദ്രൻ. ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയ മനുഷ്യൻ ആരാണ്? ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയ മനുഷ്യൻ ആരാണ്? യൂജിൻ സർനാൻ. ഉത്തരം യൂജിൻ സർനാൻ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഏത് ഉപഗ്രഹമാണ്? കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഏത് ഉപഗ്രഹമാണ്? ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ്. ഉത്തരം ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ്. ISROയുടെ ആസ്ഥാനം ഏതാണ്? ISROയുടെ ആസ്ഥാനം ഏതാണ്? ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. ഉത്തരം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയത് ഏത് ശാസ്ത്രജ്ഞനാണ്? ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയത് ഏത് ശാസ്ത്രജ്ഞനാണ്? ഗലീലിയോ ഗലീലി. ഉത്തരം ഗലീലിയോ ഗലീലി. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ്. ഉത്തരം 1.3 സെക്കൻഡ്. ആദ്യ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1. ഉത്തരം സ്പുട്നിക് 1. ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം. ഉത്തരം ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം. To witness India's giant leap to the moon. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. പ്രിയ കുട്ടികളെ, നമ്മളിപ്പോൾ നമ്മുടെ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ മിഷൻസിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞു അല്ലേ? ചന്ദ്രനെക്കുറിച്ചുള്ള മിഷൻസ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ISROയുടെ ഫ്യൂച്ചർ പ്ലാനുകളെ കുറിച്ചാണ് ടീച്ചർ നിങ്ങളോട് പറയുന്നത്. ഇനി ISRO ബഹിരാകാശത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന പരീക്ഷണങ്ങൾ ചന്ദ്രയാൻ 3, ആളുകളെ ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗഗൻയാൻ, ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ, സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദിത്യ L1 എന്നിവയാണ്. ഇവ 2021 മുതൽ 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ മിഷൻസ് തുടങ്ങണമെന്നാണ് ISRO തീരുമാനിച്ചിരിക്കുന്നത്. 2100 ആകുമ്പോൾ സൂര്യനിലേക്ക് ഒരു ബഹിരാകാശ വാഹനത്തെ അയക്കണം എന്നാണ് ISROയുടെ ആഗ്രഹം. നിങ്ങൾ ഇപ്പോൾ ചെറിയ കുട്ടികളാണ്. നിങ്ങളെല്ലാവരും ഈ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുക. അതായത് ISRO ആഗ്രഹിക്കുന്നത് പോലെ സൂര്യനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിലേക്ക് ബഹിരാകാശ വാഹനത്തെ അയക്കാനുമൊക്കെ നമുക്ക് സാധിക്കുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ അങ്ങനെയുള്ള നല്ല സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടി നന്നായി പഠിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു.